சரி, ஓகே, ஃபைன். தேங்க் யூ ஸோ மச் ஃபார் கமிங் ஹியர். This is a beautiful morning. என் கூட இருக்கிறது உங்க ஃபேவரட் ஆர்ஜே கிருபா. குட் மார்னிங் கிருபா. வெரி வெரி குட் மார்னிங். ரொம்ப டிஃபரெண்டா இருக்கு. நான் ஆர்ஜே, நீங்க ஆக்ட்ரஸ். ஆனா நீங்க இங்க ஆர்ஜே வந்துட்டு என்ன இன்டர்வியூ பண்ண போறீங்க? லைஃபோட பெரிய மிஸ்ட்ரி தான். ஒரு நாளுக்கு நீங்க ஆர்ஜே இருக்கலாம், வேற நாளுக்கு நான் ஆர்ஜே இருக்கலாம். அப்படி மாறி மாறிட்டே இருந்தா தான் அது லைஃபோட ஒரு അച്ഛനിനി അമ്മയെ കണ്ടെത്താതെ എൻ്റെ മുമ്പിൽ വരണ്ട. ഹലോ, മഹേഷ് അല്ലേ? നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാളത്തെ ഫ്ലൈറ്റിന് ഞാനങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്നെ കൂട്ടാൻ വരണം. എനിക്ക് കുറേ കാര്യങ്ങൾ നീയായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എന്തൊക്കെയുണ്ട് ബാബു ചേട്ടാ വിശേഷങ്ങൾ? വിശേഷങ്ങൾക്ക് നിൽക്കല്ലേ, നമുക്കെന്ത് വിശേഷം? എത്ര നാളുള്ള നാട്ടില്? കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കുണ്ടാവുള്ളൂ. ഇപ്പൊ മോളോ? മോള് എഴുന്നേറ്റില്ല ഇവരിതുവരെ? സച്ചു, എടി അച്ചു, സ്കൂളിൽ പോകാൻ സമയമായിന്ന്. ഒന്ന് പോവാമ്മ. എഴുന്നേക്കാൻ. എടി എടി എഴുന്നേക്കാൻ. എടി നിന്നോടാ പറഞ്ഞേ എഴുന്നേക്കാൻ. എടാ ദാ വന്നു. ആ ചേട്ടാ ചായ. മഹേഷേ,
അവളിപ്പോൾ എവിടെയുണ്ട്? അതെന്താ ഏട്ടാ പെട്ടെന്ന്? ഒട്ടും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ അവളോട് ചെയ്തത്. ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. എനിക്കറിയാം ചേച്ചി എവിടെ ഉണ്ടെന്ന്. എനിക്ക് അവളെ ഒന്ന് കാണണം. വാട്ടാ, നമുക്ക് ഗീതേച്ചി കണ്ടുവരാം. എനിക്ക് തീരെ വയ്യ ബാബുട്ടാ. എത്ര നാളായി ഞാൻ പറയുന്നത് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഗീതേ, നിന്നോട് പറഞ്ഞില്ലേ ഞാൻ തിരക്കിലാണ്. ഇന്ന് ഓഫീസിൽ വന്നിട്ട് സംസാരിക്കാം. വല്ലാതെ കൂടി. എനിക്ക് തീരെ വയ്യ ബാബുട്ടാ. ഇനി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ക്ലബിലാണെന്നേ. ബാബുവിനൊന്ന് പെട്ടെന്ന് വാ. ഞാൻ വരാം, നീ റെഡി ആയിക്കോ. ഗീത ബാബു, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കും, ഞങ്ങൾ പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇങ്ങോട്ടേക്ക് ഇരിക്കും. പ്രത്യേകിച്ച് വല്ല പ്രോബ്ലം ഉണ്ടോ? ചെറിയൊരു പ്രശ്നം തൊണ്ടയിൽ കാണുന്നുണ്ട്. ചെറിയ ക്യാൻസറിൻ്റെ തുടക്കമാണ്, പക്ഷെ അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ചേട്ടൻ എന്തോന്നും മിണ്ടാത്തത്? കുറച്ച് നാളായല്ലോ ചേട്ടനെ കണ്ടിട്ട്. ഗീതയ്ക്ക് അവളുടെ അമ്മയുടെ അതേ അസുഖമാണ്. ഈ അസുഖം പടരും. ചേട്ടൻ വളരെ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണിത്. പിള്ളേർക്ക് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോക്ടർമാർ അല്ല എന്ന് പറഞ്ഞാലും ഈ അസുഖം പടരുമെന്ന് എനിക്ക് പേടിയുണ്ട്. എനിക്കും പിള്ളേർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടണം.
അപ്പോൾ ചേട്ടൻ എന്ത് തീരുമാനിച്ചു? ഞാൻ പിള്ളേർക്ക് ബാംഗ്ലൂരിൽ സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ജോലി കിട്ടാതിരിക്കില്ല. അപ്പോൾ ഗീതേച്ചിയോ? എനിക്കറിയില്ല. നിന്നോടല്ലേ പറഞ്ഞ വേഗം റെഡിയാകാൻ. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങണം. അമ്മ വരുന്നില്ല, അത്ര തന്നെ. വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട. അച്ചു വേഗം വാടാ. ബാബുട്ടാ, ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ബാബുണ്ണ എന്താ പറ്റി? ബാബുണ്ണോടും മക്കളോടും ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പറ ബാബുട്ട, എന്ത് തെറ്റാ ചെയ്തേ? പറ ബാബുട്ട, പറ പറ. നിങ്ങളൊന്ന് വന്നേ. സച്ചുവാ. ഇല്ല, ഞാൻ വരില്ല. ഞാൻ വേഗം വാടാ. ഇല്ല, ഞാൻ അമ്മയുടെ ഒപ്പം നിന്നോടല്ലേ പറഞ്ഞത് വേഗം വരാൻ. അമ്മയുടെ ഒപ്പം നിൽക്കും. ചേട്ടാ, നമ്മളെത്തി. ബാബു ചേട്ടൻ അപ്പോൾ പോയിട്ട് വാ, ഞാൻ അവിടെ വയ്ക്കാം. ഗീതേ, സുഖം തന്നെയല്ലേ? എന്താ 6 വർഷം മുമ്പ് കൈവിട്ട ഗീതയെ അന്വേഷിച്ച് ഇപ്പം വരാൻ കാരണം? വിധി ഒരു ദിവസം നിങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ പല ധാരണകളും തെറ്റായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു അസുഖം പകരുമെന്ന് പേടിച്ചിട്ടാ നിങ്ങൾ ബാംഗ്ലൂർക്ക് പോയെന്ന്. ഗീതേ, ഞാൻ വരൂ. കൂടെ നിൽക്കേണ്ട നിങ്ങൾ ചെയ്തത് നീചമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും കുറേ പേരെ സഹായിക്കാനും കഴിഞ്ഞത്. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ടത് ഞാനല്ല, നമ്മുടെ മകനാ. അവനാണ് അന്നു മുതൽ എനിക്കൊരു താങ്ങും തണലുമായി നിന്നത്. ഈ സ്ഥാപനത്തിൻ്റെ വിജയം അവനുള്ളത് കൊണ്ടായിരുന്നു. മോള് അവളെന്നെ അന്വേഷിക്കാറുണ്ടോ? അച്ചു ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുക.
ഡൽഹിയിൽ. അവളെപ്പോഴും നിന്നെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. നമ്മുടെ മകൾ അവളും ഇപ്പോൾ എന്നെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. എനിക്കെൻ്റെ മോനോട് സംസാരിക്കണം. ഫോൺ സച്ചു, ഒന്നിവിടെ വരെ വരണം. നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. മോനെ, അച്ചുവിനോട് എൻ്റെ അന്വേഷണം പറയണം. ക്യാൻസർ ഇന്ന് ആർക്കോ വരുന്ന ഒരു അസുഖമല്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടികൂടാവുന്ന ഒരു മഹാമാരിയായി അത് മാറിക്കഴിഞ്ഞു. ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ പലതരം ക്യാൻസറിനും ഫലപ്രദമായ ചികിത്സകളുണ്ട്. പക്ഷേ പ്രാരംഭദശയിലുള്ള രോഗനിർണയവും വിളംബമില്ലാത്ത ചികിത്സയും രോഗശാന്തിക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും രോഗികളുടെ ജീവിതം ദുസ്സഹമാക്കാറുണ്ട്. ക്യാൻസർ ഒരു പകരുന്ന രോഗമാണെന്നും എത്ര ചികിത്സിച്ചാലും ഫലമില്ല എന്ന ധാരണ വിദ്യാഭ്യാസമുള്ളവർ പോലും വച്ചു പുലർത്തുകയും അതുമൂലം പലരും ചികിത്സ വഹിപ്പിച്ച് ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ വന്നിട്ടുണ്ട്. രോഗിക്ക് ഈ സമയത്ത് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും ആവശ്യമാണ്. ക്യാൻസർ ഒന്നിൻ്റെയും അവസാനമല്ല, ഒരുമിച്ച് നിന്നാൽ ജയിക്കാവുന്ന യുദ്ധത്തിൻ്റെ ആരംഭമാണ്.